ഇപ്പോൾ ഈ മൂവി ശരിക്കും ഒരു വടംവലി ബേസ്ഡ് നന്നായിട്ടുണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 400-ലധികം സംഘടനകളുണ്ട് വടംവലിക്ക് വേണ്ടി. 4000-ഓളം ടീംസും ഉണ്ട്. അതിന് ലക്ഷക്കണക്കിന് വലിക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന മൂവി, അല്ലെങ്കിൽ അവർ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഓഫ് കോഴ്സ് അവർ അതിനകത്ത് എല്ലാം നിരീക്ഷിക്കും. അപ്പോൾ ചുമ്മാ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ലെന്ന് ഒരിക്കലും തീർച്ചയായിട്ടും അറിയാം. അതൊന്ന്. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്. കാരണം ഇത്രയധികം ആൾക്കാർ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്പോർട്ടാണ് വടംവലി. മലയാളികളുടെ സ്വന്തം സ്പോർട്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു സ്പോർട്ടാണ്. ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വളരെ പാഷനറ്റ്ലി കാണുന്ന, അല്ലെങ്കിൽ ഒരു ഇമോഷനായിട്ട് കാണുന്നൊരു സ്പോർട്ടാണ്. എന്നാൽ അതൊരു എസ്റ്റാബ്ലിഷ് സ്പോർട്ട് അല്ല താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അധികം ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടെന്നോ ഉള്ളതോ ഒന്നും നമുക്ക് ഒരു ടി വിയിലോ അല്ലെങ്കിൽ എവിടെയോ നമുക്ക് കാണാൻ പറ്റില്ല. സോ മലയാളികൾ ഇത്ര കണ്ട് ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു സ്പോർട്ടിൻ്റെ കഥ, അല്ലെങ്കിൽ വടംവലിയുടെ കഥ, വടംവലിക്കാരുടെ കഥ, അതിൻ്റെ ചരിത്രത്തിൻ്റെ കഥ ഒരു സിനിമയാവണം, അല്ലെങ്കിൽ ഈ ഒരു കഥ പ്രേക്ഷകൻ അറിയണം എന്ന ചിന്തയിൽ നിന്നാണ് ആഹാ എന്ന സിനിമ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ, നമ്മുടെ കേരളത്തിൽ കുറച്ചും കൂടെ ഒന്ന് ഹൈപ്പ് കിട്ടേണ്ട ഒരു സ്പോർട്ട് ആക്ടിവിറ്റി തന്നെയാണല്ലേ 100%. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇമോഷനായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഈ ഒരു സ്പോർട്ടിനെ. ഇമോഷൻ ഞാൻ പറയാൻ കാരണം രാപ്പകൽ, അതായത് പകൽ മൊത്തം എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് വർക്ക് ചെയ്ത് വൈകിട്ട് വീട്ടിൽ വന്ന് ഉടനെ ബനിയനും നിക്കറും എടുത്തിട്ട് നേരെ വണ്ടി കയറിപ്പോയി അവിടെ ചെന്ന് രാത്രി മൊത്തം വടംവലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഇമോഷനായിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അത് അത്ര കണ്ട് ഈ സ്പോർട്ടിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മലയാളികളുടെ ഒരു സ്വന്തം സ്പോർട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്പോർട്ടാണ്. ഇതിനെക്കുറിച്ച് മലയാളികളും കാണണം, ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവരും ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ളത് ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു തിരക്കഥയും സിനിമയും ഉണ്ടാകുന്നത്. സോ യു ആർ പ്രൗഡ്, യു ക്യാൻ സേ ദാറ്റ്. അബ്സല്യൂട്ട്ലി. ഈ മൂവിയിൽ വേറൊരു കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എല്ലാവരും, അതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ഒരേപോലെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അതിനകത്ത് പറയുവാണെങ്കിൽ ഒരു ബംഗാൾ എന്ന ഒരു പുള്ളിയുണ്ട്, അതിനകത്ത് ഡയലോഗ് പോലും ഇല്ല പുള്ളിക്ക്, പക്ഷെ തുടക്കം തൊട്ട് അവസാനം വരെ ചിരിപ്പിച്ചിട്ടുണ്ട് പുള്ളി. എൻ്റെ ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഓഡിഷൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഏതോ മലയാള സിനിമകൾ ഹിന്ദിയിൽ ഡബ് ചെയ്ത് വന്നപ്പം, ഹിന്ദിയിൽ ഡബ് ചെയ്ത് ചില ചാനൽസിൽ വരുമല്ലോ, അങ്ങനെ പുള്ളി കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്നെ ഫോളോ ചെയ്തതാണ്. പുള്ളി ആ പോസ്റ്റർ കണ്ടിട്ട് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ശരിക്കും അരുണാചൽ പ്രദേശിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്നപ്പം അങ്ങനെയാണ് ഐഡിയ തന്നെ വരുന്നത്. കാരണം ഇപ്പോൾ അവരുടെ ഒരു ലാർജ് ഒരു ബംഗാൾ പോപ്പുലേഷൻ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നൊരു ചിന്ത വരുന്നപ്പോഴാണ്, അങ്ങനെ ആ ഓഡിഷൻ വഴിയാണ് ശരിക്കും സോളമൻ ഇതിലോട്ട് എത്തുന്നത്. OTT-യിൽ ചിലപ്പം വൻ ഹിറ്റായിരിക്കും, പക്ഷേ തിയേറ്ററിലോട്ട് ആൾക്കാർ പോകാൻ മടി. ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് റിലീസായി കഴിഞ്ഞാൽ പിന്നെയും ബാക്ക് ടു തിയേറ്റേഴ്സ് ആൾക്കാരാകും. തീർച്ചയായിട്ടും. പക്ഷേ അതാണ് അങ്ങനൊരു തിരിച്ചുവരവിന് കുറുപ്പ് പോലൊരു വലിയ സിനിമ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറുപ്പിൻ്റെ ഒരു ക്യാൻവാസ് അത്ര വലുതാണ്. കുറുപ്പ് ഒരു വർഷത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് ലൊക്കേഷൻസ്, ഒരുപാട് ആക്ടേഴ്സ്, വലിയൊരു ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന സിനിമയാണ്. അതൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെ ചെയ്തൊരു സിനിമയാണ്. സോ തിയേറ്ററുകൾ റീഓപ്പൺ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സിനിമ ആദ്യം വന്നത് എന്തുകൊണ്ടും നന്നായി. കാരണം പ്രേക്ഷകരെ വീട്ടിൽ നിന്ന് ഇറക്കി, ഓക്കെ കുറുപ്പാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് വിചാരിച്ച് പ്രേക്ഷകർ തിരിച്ച് തിയേറ്ററുകളിലേക്ക് എത്തി. ആ ഒരു ഭയം അവരുടെ മാറി. അപ്പോൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഇപ്പോൾ ആഹയ്ക്കും ഇപ്പോൾ എല്ലായിടത്തും ഫുള്ളാണെന്നാണ് റിപ്പോർട്ട്സ്. അപ്പോൾ ആ രീതിയിൽ ഡെഫിനറ്റ്ലി ഒരു ഉണർവ് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അതായത് തിയേറ്ററിന്റെ ചുറ്റും മാഗ്നറ്റ് വെച്ചേക്കുന്ന പോലെ. ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഇസ് ഓൾവേസ് എ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ്. ആഹയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പോർട്സ് ഡ്രാമയാണ്. നമുക്കറിയാം ഏത് സ്പോർട്സ് ഡ്രാമ എടുത്താലും, ഇപ്പോൾ ചക്ദേലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ദങ്കൽ ആയിക്കോട്ടെ, ആ സിനിമകളൊക്കെ നമ്മൾ ഫോണിൽ കാണുന്നതിൽ നമുക്ക് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ആവേശം വേറെയാണ് അല്ലേ. എന്ന് പറയുന്ന പോലെ ഈ സിനിമയും തിയേറ്ററിൽ തന്നെ വരണം എന്നൊരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഈ 2 വർഷം സിനിമ നിന്നിരുന്ന സമയത്ത് മറ്റു പല ഓപ്ഷൻസ് നമ്മൾ നോക്കിയെങ്കിലും എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ തന്നെ വരാൻ പറ്റിയിരുന്നെങ്കിലും. ആ ഒരു ആഗ്രഹമാണ് ഇപ്പം മാനിഫെസ്റ്റ് ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് തിയേറ്ററിൽ തന്നെ ഈ സിനിമ വന്നത്. ഈ മൂവിയുടെ റെസ്പോൺസ് പലരും പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരുപാട് ഇപ്പം റേറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ 9.6 ഞങ്ങൾ കണ്ടു. പൃഥ്വി എന്തായിരുന്നു പറഞ്ഞു? പൃഥ്വിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. പൃഥ്വി എനിക്കൊന്ന് ഷൂട്ടിങ്ങിലാണെന്ന് തോന്നുന്നു. പൃഥ്വി പടം കണ്ടിട്ട് തീർച്ചയായിട്ടും എന്നെ അഭിപ്രായം അറിയിക്കാറുണ്ട്. അപ്പോൾ പുള്ളി അത് കണ്ടിട്ട് എന്നെ അറിയിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് ചോദിക്കുന്നല്ലേ എന്ത് പറയുന്നുള്ളത് ആ ഒരു ഇതാണല്ലേ. ഇപ്പം അതുപോലെ തന്നെ കുറുപ്പിനെ പറ്റി നമുക്കിപ്പോൾ തീർച്ചയായിട്ടും പറയണമല്ലോ. എനിക്കും അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കുറുപ്പിലെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു മെയിൻ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസർ അല്ലേ, ആ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് കണ്ട ടൈമിൽ ശരിക്കും എവിടെയൊക്കെയോ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഇടയ്ക്ക് എവിടെയൊക്കെ എനിക്ക് അച്ഛനെ തീർച്ചയായിട്ടും ഓർമ്മ വരുന്നുണ്ട്, സുകുമാരൻ സാർ. അപ്പോൾ അത് ചെയ്ത ടൈമിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷൻ വന്നിരുന്നോ?
ഇല്ല, പക്ഷേ അത് അറിയാതെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ അങ്ങനെ അച്ഛനെ എമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ അച്ഛൻ്റെ മകനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് ഇടുമ്പോൾ ചിലപ്പോൾ അച്ഛൻ അറിയാതെ മുഖത്ത് വന്ന് പോകുന്നുണ്ടാവും. അതൊരു നല്ല കാര്യമല്ലേ, അച്ഛൻ്റെ ഒരു ട്രേഡ് മാർക്ക് നമുക്കുള്ളത്. അപ്പോൾ അതൊരു പേർപ്പസ്ഫുള്ളി അച്ഛൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് എമുലേറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ശ്രമിച്ചിട്ടില്ല. എൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് സീരിയസ് ആയിട്ടൊക്കെ നോക്കുമ്പോൾ ചില ആംഗിൾസ് നിന്നൊക്കെ അച്ഛനെ ഓർമ്മ വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഐ ഫീൽ ഇസ് എ ഗുഡ് തിങ്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അതായത് അച്ഛനുമായിട്ട് കൂടുതൽ സാമ്യമുള്ളത് ഇന്ദ്രിയേട്ടനാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ആക്ച്വലി അമ്മയെ പോലെയാണ് കൂടുതൽ. അച്ഛൻ്റെ പഴയ യങ്ങർ ടൈമിലുള്ള പിക്ചേഴ്സ് കണ്ടാൽ എക്സാക്ട് രാജുവാണ്. ആണല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇന്ദ്രിയേട്ടനെ പറ്റി നോക്കുവാണെങ്കിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലൈക്ക് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഇന്ദ്രിയേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ച് അപ്ഡേറ്റ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ദ്രിയേട്ടൻ്റെ ഫാമിലി ഇപ്പം വൈഫാണെന്നുണ്ടെങ്കിലും പൂർണിമ ചേച്ചിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇതിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ല, ജസ്റ്റ് ലെറ്റിംഗ് പീപ്പിൾ ബി, യുനോ, നമ്മളോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഓരോരോ ഡ്രീംസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം അല്ല എൻ്റെ ഡ്രീം, എൻ്റെ ഡ്രീം അല്ല എൻ്റെ വൈഫിൻ്റെ ഡ്രീം. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പെർസ്യൂ ചെയ്യാനുള്ളൊരു ജസ്റ്റ് അവരെ അങ്ങ് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ലെറ്റ് പീപ്പിൾ ബി, ദാറ്റ് ഇസ് വാട്ട് ലവ് ഇസ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. അതിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം. ഇനിയൊരു തലമുറ എന്ന് പറഞ്ഞാൽ അവർ വളരെ ഒപ്പീനിയനേറ്റഡ് ആണ്. അവർക്കറിയാം എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരി എന്ത് തെറ്റെന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം അവരെ. നമുക്കൊരിക്കലും കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല അവരെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും എന്ത് കാര്യങ്ങളും വന്ന് സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ ഞങ്ങളോട് ഒന്ന് സംസാരിക്കാറുണ്ട്. ദാറ്റ് ഫ്രീഡം ഇസ് ദെയർ, ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദെയർ ബിറ്റ്വീൻ ദ ഫാമിലി. സോ അതുകൊണ്ടാണ് ഒരു ഫ്രണ്ട്സ് പോലെ ഒരു ബന്ധവുമുണ്ട്. കാരണം നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ ആണെങ്കിലും വ്ളോഗ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, എയർപോർട്ടിൽ അവർ ഒരുമിച്ച് എത്തിയപ്പോൾ സൈമയുടെ അവാർഡ്സിന് പോയ ടൈമിൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്ത് മേടിച്ചു. എന്നിട്ട് ഇത് അച്ഛനോട് ഞാൻ പറയില്ല, അച്ഛൻ ഈ യൂട്യൂബ് ചാനൽ കാണില്ല, അച്ഛനെ ഞാൻ ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ. എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ തരുമ്പോൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഗിഫ്റ്റ്സ് ഒക്കെ അവളിങ്ങനെ പല സ്ഥലത്തും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. എനിക്ക് ലാസ്റ്റ് ടൈം അവളൊരു ഫാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേക്ക്. അത് ഭയങ്കര ഒരു യൂട്ടിലിറ്റി ഉള്ളൊരു ഫാനാണ്. ചാർജ് ചെയ്യാൻ പറ്റും, അത് ഫുൾ ഡേ വെക്കാൻ പറ്റും, അത് ടേബിളിലും വെക്കാൻ പറ്റും, നിലത്തും വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫാൻ. അപ്പോൾ ലാസ്റ്റ് ബർത്ത്ഡേക്ക് അവളത് ഗിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ എനിക്ക് തരാറുണ്ട്. അത് കഴിഞ്ഞ് അവളും ചോദിക്കാറുണ്ട് എന്തെങ്കിലും എൻ്റെ തിരിച്ചും മേടിച്ചു കൊടുക്കാം. അങ്ങോട്ടുണ്ടെങ്കിലല്ലേ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതുപോലെ ഇന്ദ്രേട്ടൻ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇന്ദ്രേട്ടൻ ഏറ്റവും നല്ല അടുപ്പം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ലിജോ ജോസ് പല്ലിശ്ശേരി അല്ലേ? അപ്പോൾ ആമേൻ എന്ന് പറഞ്ഞ മൂവി, അതുപോലെ തന്നെ നായകൻ എന്ന് പറഞ്ഞ മൂവി, ലൈക്ക് ഇപ്പോൾ പുള്ളിയുടെ ചുരുളി എന്ന് പറഞ്ഞൊരു മൂവി വെച്ചിട്ടുണ്ട്. ആ ഒരു അടുപ്പത്തെ പറ്റി എന്താണ്? ലിജോയായിട്ട് ഞാനങ്ങനെ എപ്പോഴും ഒന്നും സംസാരിക്കാറൊന്നുമില്ല. പക്ഷേ പ്രൊഫഷണലി ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ ഒരു റെസ്പെക്റ്റും ഒരു അക്നോളജ്മെൻറ്റും ഉണ്ട്. ലിജോയുടെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ തുടങ്ങിയത് ലിജോയുടെ ഫസ്റ്റ് ഫിലിമിൽ ഞാൻ അഭിനയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണലി നമ്മൾ തമ്മിൽ നല്ലൊരു അടുപ്പമുണ്ട്. പേഴ്സണലി ഞങ്ങൾ ഫ്രണ്ട്സാണ്. പക്ഷേ ലിജോ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ലിജോ എനിക്ക് തോന്നുന്നു കുറേ പുതിയ വർക്ക്സിൻ്റെ തിരക്കിലും കാര്യത്തിലും. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി 2 days മുന്നേ സംസാരിച്ചൊരു വലിയ കാര്യമുള്ളതിന് ശേഷം. അപ്പോൾ പഴനിയിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കളാണ്, ഫാമിലി വൈസ് അറിയാം, ഫാമിലി ആയിട്ടും ക്ലോസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രൊഫഷണൽ ഒരു അക്നോളജ്മെന്റ് ഉണ്ട് ലിജോയ്ക്ക്. എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ഹി ലൈക്സ് മീ, ഹി റെസ്പെക്ട്സ് മീ. ആസ് എ ഫിലിം മേക്കർ ഐ ലവ് ഹിം, ഐ റെസ്പെക്ട് ഹിം. സോ ദാറ്റ് തിങ് ഇസ് ദേർ ഓൾവേസ്. എനിക്ക് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞൊരു ആക്ടർ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഈവൻ ഏത് റോളാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മൾ മിഷമാധവൻ എന്ന് പറഞ്ഞ റോള്, അതുപോലെ തന്നെ വളരെ കോമഡി ആയിട്ട് ജയറാമേട്ടൻ്റെ ഒക്കെ കൂടെ ചെയ്തെങ്കിൽ 3 പേരുമായിട്ട് ചെയ്ത റോൾസ്, അതുപോലെ വില്ലൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ നായകൻ എന്ന് പറയും, എവറിത്തിങ് യു ക്യാൻ ആക്ച്വലി ഹാൻഡിൽ. ദാറ്റ് ഈസ് എ വെരി ബിഗ് തിങ്. സീരിയസ്ലി. കാരണം ഒരു വേഴ്സറ്റൈൽ ആക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇന്ദ്രേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ലൈക്ക് ഇന്ദ്രേട്ടൻ്റെ അടുത്ത് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇറ്റ്സ് ലൈക്ക് ഇൻ ഫ്യൂച്ചർ യു വിൽ ഗെറ്റ് അമേസിങ് ക്യാരക്ടേഴ്സ് എന്നുള്ള കാര്യം? അത് ഒരുപാട് പേര് പറയുന്നതാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. യു ആക്ച്വലി യുവർ ട്രൂ ടാലൻറ്റ് ഹാസ് നോട്ട് ബീൻ എക്സ്പ്ലോർഡ് യെറ്റ് എന്ന്, which I'm looking forward to. I still have, the actor never dies, no, he's always there. So I'm yet to explore my talent ഇനിയും. ഞാൻ എപ്പോഴും എല്ലാ സിനിമകളും എല്ലാ കഥാപാത്രങ്ങളും ഞാൻ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാറുള്ളത്. ലൈക്ക് ഐ ഫീൽ ദ സിനിമ ആൻഡ് ദ ക്യാരക്ടേഴ്സ് ബിഗർ ദൻ യു. ആൻഡ് നമ്മളത് എപ്പോഴും നമ്മുടെ കഥാപാത്രത്തിലോട്ട് കഥാപാത്രം എപ്പോഴും നമ്മളെക്കാളും വലുതായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ റെസ്പെക്റ്റോടു കൂടി വേണം ആ കഥാപാത്രത്തിലേക്ക് എൻ്റർ ചെയ്യാൻ. എങ്കിൽ മാത്രമേ ആ കഥാപാത്രം പ്രേക്ഷകർ കാണുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വൺസ് യു സ്റ്റാർട്ട് തിങ്കിങ് ദറ്റ് നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ യു ആർ റിയലി ഗുഡ്, അല്ലെങ്കിൽ ഐ നോ വാട്ട് ഐ എം ഡൂയിങ്, ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണുള്ളൂ പ്രേക്ഷകൻ, കഥാപാത്രത്തെ കാണാൻ പറ്റില്ല. സോ ആ രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഓരോ കഥാപാത്രത്തെയും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്നെ തേടി വരട്ടെ. നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ ഐ വിൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ്.
തീർച്ചയായിട്ടും അതിലൊരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഒരു വളരെ നാച്ചുറലായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എമ്പുരാനിലേക്ക് ഉണ്ടാവോ? അത് മുരളി ഗോപിയോടും പൃഥ്വിരാജിനോടും ചോദിക്കേണ്ട കാര്യമാണ്. ഇതുവരെ എൻ്റെ അടുത്ത് മിസ്റ്ററി റിവീൽ ചെയ്തു. മുരളിയെ വിളിക്കും, എന്തിനാ പറയാന്ന് പറയും. ചോദിച്ചിട്ടുണ്ടോ മുരളിയേട്ടൻ്റെ അടുത്ത്? അതിൻ്റെ എഴുത്ത് നടക്കുകയാണ് എൻ്റെ. അപ്പം അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് അതിൻ്റെ ഡീറ്റെയിൽസിനെ അവർ തന്നെ പറയട്ടെ. കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടീവായിട്ടാണ് വെച്ചേക്കുന്നത്. ആണ്, അതാകുമ്പം നമുക്കൊന്ന് സംസാരിക്കാമെന്നല്ലേ. ഓക്കെ, ഇന്ദ്രേട്ടന് അങ്ങനെ ഒരു ഡിറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ അങ്ങനെ എപ്പോഴെങ്കിലും മൈൻഡിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഞാനിപ്പം ആക്ച്വലി ഐ ബീൻ വർക്കിംഗ് ഓൺ മൈ ഡയറക്ടോറിയലിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞൊരു 6 to 8 months ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് സ്ക്രിപ്റ്റ് ലോക്കായിട്ടില്ല. എൻ്റെ ഫൈനൽ കുറച്ച് ബ്രഷിങ്ങും കറക്ഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ പ്രോജക്റ്റ് ടേക്ക് ഓഫ് ആകാൻ കുറച്ചുകൂടി സമയമെടുക്കും. കുറച്ച് സമയം വേണ്ട ഒരു പ്രോജക്റ്റാണ്. അത് മൗണ്ട് ചെയ്യാനും അതിൻ്റെ നമ്പർ ഓഫ് ലൊക്കേഷൻസും ഒക്കെ. അത് പ്രോബബ്ലി ഒരു 2023 ആകുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, ഞാനങ്ങനെ സോളിഡ് പ്ലാൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഡയറക്ടോറിയലിൻ്റെ ചോദ്യം. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 2023 നടക്കട്ടെ. ദാറ്റ്സ് വാട്ട് ഐ എം എക്സ്പെക്ടിങ്. തീർച്ചയായിട്ടും. ഓക്കെ ഇന്ദ്രേട്ടാ, അപ്പോൾ എന്തായാലും താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. ഫൈനലി ടു ദ നമ്മുടെ ലിസണേഴ്സിൻ്റെ അടുത്ത് എന്താണ് പറയുന്നത്? ജസ്റ്റ് വെൽക്കം ദം. ഹായ് എവറിബഡി. ആഹാ എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഗ്രേറ്റ് ഒപ്പീനിയനാണ് ഓൾ ഓവർ കേരള, ഫ്രം മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നത്. വടംവലി എന്ന സ്പോർട്ടിനെ ആസ്പദമാക്കി, വടംവലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തെ ആസ്പദമാക്കി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ സ്പോർട്സ് ഡ്രാമ പാക്കേജ് ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കുടുംബത്തോടു കൂടി ചെന്ന് ഈ സിനിമ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. സോ പ്ലീസ് ഗോ ടു യുവർ നിയറസ്റ്റ് തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ആഹാ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ആഹാ. താങ്ക് യു ഇന്ദ്രേട്ടാ, താങ്ക് യു സോ മച്ച്.